നെയ്ച്ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പറാട്ടയുടെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയതാണ് ഫിഷ് കുർമ. അപ്പോൾ ഇന്ന് എൻ്റെ വേർഷനുള്ള ഫിഷ് കുർമയുടെ റെസിപ്പി കാണാം. ഞാൻ മഹിമാസിമon. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. അപ്പോൾ ഫിഷ് കുർമ ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് അരച്ചെടുക്കാനായിട്ടുണ്ട്. അതിനായിട്ട് 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 5 അല്ലി വെളുത്തുള്ളി, ഒരു 10 അല്ലി ചുവന്നുള്ളി, കൂടാതെ ഇതിനൊപ്പം കുറച്ച് പുതിന ഇല, കുറച്ച് മല്ലിയില, ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, രണ്ടര ടീസ്പൂൺ നിറച്ച കൊറിയാണ്ടർ പൗഡർ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്ര സാധനങ്ങൾ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർക്കുകയാണ്. വെള്ളമോ 2 പാലോ. അപ്പോൾ തേങ്ങാപ്പാൽ നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ 2 പാൽ ചേർത്താണ് അരയ്ക്കുന്നത്. നന്നായിട്ട് അരച്ചെടുത്തു. ഇത് മാറ്റി വെക്കാം. ഫിഷ് കുർമ കുക്ക് ചെയ്യാനായിട്ട് നമുക്കൊരു പാൻ ആദ്യം ഹീറ്റ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിലോ സൺഫ്ലവർ ഓയിലോ ഒക്കെ ഉപയോഗിക്കാം. എണ്ണയിലേക്ക് നമുക്ക് ആദ്യം ഒരു 1/8 ടീസ്പൂൺ, 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉലുവ ഇടാം. ഉലുവ ഇട്ട ശേഷം അതിലേക്ക് 2-3 പച്ചമുളക്. നമ്മളിതിനകത്ത് മുളക് പൊടി ചേർക്കത്തില്ല, അപ്പോൾ എരിവിന് ആവശ്യത്തിലുള്ള മുളക് ചേർക്കുക. 4 ചുവന്നുള്ളി സ്ലൈസ് ചെയ്തത്, കുറച്ച് ഇഞ്ചി, 1 ടീസ്പൂൺ ഇഞ്ചി നീളത്തിലരിഞ്ഞത്. ഇതിലേക്ക് 2 ചെറിയ സവാള എടുത്തേക്കുന്നത്, അത് സ്ലൈസ് ചെയ്തത് കൂടെ ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പൂടെ ചേർക്കുകയാണ്. ചേർത്ത് ഉള്ളിയൊക്കെ സോഫ്റ്റ് ആകുന്ന വരെ കുക്ക് ചെയ്തെടുക്കുക. സവാളയൊക്കെ ലൈറ്റ് ബ്രൗൺ കളറായി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സ്പൈസസ് കൂടി ഇടാനുണ്ട്. ചെറിയ കഷ്ണം സിനമൺ, പട്ട 1 കഷ്ണം, ഗ്രാമ്പു 2 കഷ്ണം, ഒരു ചെറിയ ഏലക്ക. ഇനി നമ്മൾ അരച്ച് വെച്ചേക്കുന്ന മസാല ഇതിനകത്തേക്ക് ചേർക്കാം. കുറച്ച് വെള്ളം ചേർത്ത് ഈ ബാക്കിയുള്ള അരപ്പും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാം. വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. നന്നായിട്ട് ഇത് വഴറ്റുക. അതുള്ള എല്ലാത്തിൻ്റെയും പച്ചമണം മാറണം, അതുവരെ കുക്ക് ചെയ്യുക. വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെയൊക്കെ പച്ചമണം മാറുന്ന വരെ കുക്ക് ചെയ്യുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്കിനി ഇതിനകത്തേക്ക് 2 പാൽ ചേർക്കാറേ. 2 പാൽ ചേർക്കുന്നതിന് മുമ്പ് കുറച്ച് പെരുംജീരകം പൊടിച്ചുകൂടെ ഞാൻ ചേർക്കും. കുറച്ച് മതി. ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകം ചതച്ചത്, 2 പാല്, മുക്കാൽ കപ്പ് ചേർത്തു. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മീനിടാം. അപ്പോൾ ഇതിനകത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക.
ഞാൻ ഒരു 1/2 ടീസ്പൂൺ കൂടെ ചേർത്തു. ടൊമാറ്റോസ് അധികം വേണ്ട, ഒരു 3 പീസസ് വെല്ലം മതി. ഒരു ടൊമാറ്റോയുടെ പകുതി ചേർത്തിട്ടുണ്ട്. ടൊമാറ്റോ ഇട്ട ശേഷം ഇതിലേക്ക് മീൻ ചേർക്കാം. ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് 300 ഗ്രാമാണ്. ഏത് മീനും ഉപയോഗിക്കാം. ഇപ്പം ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് പൂമീൻ എന്ന് പറഞ്ഞ് കിട്ടുന്നതാണ്. പൂമീനോ നെമ്മീൻ നല്ലതാണ്, വറ്റ, കാളാഞ്ചി, അങ്ങനെ ഏത് നല്ല മീനും ഉപയോഗിക്കും. ഇത് വിത്ത് സ്കിന്നാണ്, വിത്ത് സ്കിൻ ഉപയോഗിക്കണമെന്നില്ല. ഇപ്പം എൻ്റെ കയ്യിലിരുന്ന മീൻ വിത്ത് സ്കിൻ ആയതുകൊണ്ട് അങ്ങനെ ഉപയോഗിച്ചതേ ഉള്ളൂ. പിന്നെ അത് പച്ചമുളകിൻ്റെയും കുരുമുളകിൻ്റെയും ഫ്ലേവർ വേണം മുമ്പിൽ നിൽക്കാനായിട്ട്. അതുകൊണ്ട് നമ്മൾ മുളക് പൊടിയൊന്നും ഇടത്തില്ല. നല്ല തിള വന്നുകൊണ്ട് തീ കുറച്ച് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. മീൻ ഇവിടെ വേവുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് അരച്ച് ലാസ്റ്റ് 1/4 പാല് ചേർക്കാനായിട്ടുണ്ട്. 1/4 കപ്പ് തേങ്ങ, ഇവിടെ 1 ടേബിൾ സ്പൂൺ കാഷ്നട്ട്, അണ്ടിപ്പരിപ്പ് ഒരു 1.5 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ കുതിർത്ത് വെച്ചേക്കുന്നതാണ്. അത് വെള്ളത്തോടു കൂടെ തന്നെ ചേർക്കാം. ചൂടുവെള്ളം ഒഴിച്ച് ഒരു 10 മിനിറ്റ് കുതിർത്ത് വെക്കുക. അതിന് ശേഷം അരച്ചെടുക്കുക. ഇത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അപ്പം വേണമെങ്കിൽ ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് അരയ്ക്കാം, അല്ലെങ്കിൽ 1/4 പാല് ചേർത്തിട്ട് അരയ്ക്കാം. നല്ല ഫൈൻ പേസ്റ്റ് ആയിരിക്കണം. നമുക്ക് അരയാനായിട്ട് ആവശ്യത്തിന് വെള്ളം ഉണ്ടായിരുന്നില്ല, അപ്പോൾ അവിടെ കുറച്ച് വെള്ളം കൂടെ ചേർക്കണം. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാൽ ചേർത്തു. അരച്ചെടുക്കാം. അപ്പോൾ നല്ല സ്മൂത്ത് പേസ്റ്റ് ആയിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് 1/2 കപ്പ് 1/4 പാൽ തിക്കായിട്ടുള്ള കുക്കറിംഗ് മിൽക്ക് ചേർത്ത് വെക്കാം. ഇതിന് മീൻ റെഡി ആയിട്ടേ നമ്മൾ ചേർക്കത്തുള്ളൂ. മാറ്റി വെക്കാം. അപ്പോൾ ഇത് നമ്മൾ ആക്ച്വലി കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് തേങ്ങ അരച്ച് ചേർത്തിട്ടുണ്ടെന്ന് പറയത്തില്ല. അത്രയ്ക്ക് സ്മൂത്തായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. നമ്മൾ 8 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുമായിരുന്നു. റെഡി ആയിട്ടുണ്ടാവും. കുറച്ച് കറിവേപ്പിലയും കൂടെ നമ്മുടെ തേങ്ങാപ്പാലിലേക്ക് ചേർക്കാം. മേലേക്ക് ഒഴിക്കും. ചൂടായാൽ മതി, തിളയ്ക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് ചൂടാകുമ്പോൾ ഇത് ഓഫ് ചെയ്യാം. നമ്മുടെ ഫിഷ് കുറുമ റെഡിയാണ്. ഞാൻ ലാസ്റ്റ് ഇച്ചിരി ഓഫ് ചെയ്ത ശേഷം ഇച്ചിരി നാരങ്ങ നീരൂടെ ചേർക്കും. ഒരു 1/2 ടീസ്പൂൺ നാരങ്ങ നീര്. നിർബന്ധമില്ല, പുളി നോക്കിയിട്ട് വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ വിനീഗർ ചേർക്കാം. ഇത്രയേ ഉള്ളൂ. ഇതിന് കടുക് വറക്കലൊന്നുമില്ല. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പം നല്ല രുചിയുള്ള, നല്ല മണമുള്ള ഒരു ഫിഷ് കുറുമയുടെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്തത്. പിന്നെ അത് മല്ലിയിലേക്ക് അരച്ച് ചേർത്തേക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഫ്ലേവർ നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ചപ്പാത്തിയുടെ കൂടെ, പറാട്ടാസിൻ്റെ കൂടെ, നെയ്ച്ചോറിൻ്റെ കൂടെ ഒക്കെ നല്ല കോമ്പിനേഷനാണ്. ട്രൈ ഔട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈമാസ് കുക്കിംഗ് ക്ലാസ്.